ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് നോക്കാം. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ വസു താഴത്തേക്ക് തന്നെ ഇറങ്ങി വരികയാണ് കേട്ടോ. പ്രണവ് അവിടെ ഇരുന്ന് എന്തോ ഫയൽ നോക്കുന്നുണ്ട്. അപ്പോൾ വസു വന്നിട്ട് എന്തോ പറയാൻ നോക്കിയപ്പോഴേക്കും പ്രണവ് അതറിയാത്ത പോലെ അവിടെ നിന്ന് നീങ്ങിയിരുന്നു, ദേഷ്യമുള്ള പോലെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വസുവിനോടൊരു പൊതുവെ ഒരു അകൽച്ചയാണല്ലോ. അപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ വസു നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാറും അപ്പുറത്തോടെ പോകുന്നുണ്ട് കേട്ടോ. പാറുവിനെ വിളിക്കും, പാറും തിരിഞ്ഞ് നോക്കണോ മൈൻഡ് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ എല്ലാവർക്കും എന്താ പറ്റിയേ? ഗൗതമനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? എനിക്കോ കൊലയാളിക്ക് നമ്മൾ ഒരു ബന്ധവുമില്ല, നിങ്ങളെന്താ അത് വിശ്വസിക്കാത്തേ എന്നൊക്കെ ചോദിക്കേണ്ട. അപ്പോൾ പാറു പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയണ്ട, എൻ്റെ മോനെ വിട്ടുപിരിഞ്ഞിരിക്കുക, ആ വിഷമത്തിലാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇടത്തേക്ക് മാത്രമല്ല വിഷമം, എൻ്റെ മോനും നല്ല നഷ്ടമായത്, എനിക്കും ഉണ്ട് വിഷമം. പാറു ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് നടന്നു പോയിട്ടോ. അപ്പോൾ വസു ഇങ്ങനെ ഇരുന്ന് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കൊറിയറുകാരൻ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രണവ് ചെന്ന് ചോദിക്കേണ്ട ആരാ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഗൗതം ആയിഷ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രണവ് അത് ഒപ്പിട്ട് മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി വേഗം കോണി ഇറങ്ങി ഓടി വരുന്നുണ്ട്. എന്നിട്ട് എത്തിച്ച് നോക്കിയിട്ട് പറയണ്ട, ആഹാ ഞാൻ അയച്ച കൊറിയർ എത്തിയല്ലോ, അടിപൊളി, ഇനിയിപ്പോൾ ഇവിടെ ഒരു ബോംബ് പൊട്ടും. അപ്പോൾ പ്രണവ് പറയണ്ട, അമ്മേ അതേ ചേട്ടൻ അയച്ച കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറയണ്ട. അപ്പോഴേക്കും പാറു ഓടി വരുന്നുണ്ട്. വസ്തു സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ശിവാനിയും വന്നിട്ടുണ്ട്. അപ്പോഴേക്കും പാറു പറയുന്നുണ്ട്, പ്രണവേ വേഗം ഒന്ന് നോക്കി അവൻ എന്താ എഴുതിയിരിക്കണേ നോക്ക്, ചിലപ്പോൾ അവൻ എവിടെയുള്ളതെന്നൊക്കെ എഴുതിയിട്ടുണ്ടോ, വേഗം വായിക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് ആകെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതിലെന്തായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് പിടിച്ചു നോക്കിയിട്ട് പറയുന്നത്, ഇത് നല്ല കനണ്ടല്ലോ അമ്മേ എന്ന് പറയുന്നുണ്ട്, നീ വേഗം വായിക്കേ. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മുടെ വസു പറയുന്നത് എന്താ ഒരു ബോണ്ട് പേപ്പർ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശിവാനി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്, ശിവാനിക്ക് അറിയാലോ. അപ്പോൾ പ്രണവ് അതിങ്ങനെ പൊട്ടിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ശിവാനി ഇങ്ങനെ മനസ്സിൽ പറയാം, നല്ലോണം വായിക്കേ, നമുക്കുള്ള സന്തോഷ വാർത്ത ഇല്ലേ അതില്ലേ, നല്ലോണം വായിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അപ്പോൾ പ്രണവ് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു ചോദിക്കുന്നത്, എന്താടാ മോനെ എന്താ എഴുതിയിരിക്കണേന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം വലിയ പ്രണവ് എനിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇതിലിപ്പോൾ എഴുതിയിരിക്കണത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അത് ഏട്ടനി ഇതിൽ വീടും ബിസിനസ്സായിട്ടോ ഒന്നും വേണ്ട, അതിൻ്റെ ബന്ധമില്ല എന്നാണ് എഴുതിയിരിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാതും പ്രണവിൻ്റെയും ശിവാനിയുടെയും പേർക്ക് എഴുതി കൊടുത്തോളാനാണ് എഴുതിയിരിക്കണേന്ന് പറയണം. അപ്പോൾ ശിവാനി ഭയങ്കര സന്തോഷമായിട്ടോ, മുഖത്ത് നന്നായി കാണാനുണ്ടത്. പെട്ടെന്ന് ഇങ്ങനെ പ്രണവ് തിരിഞ്ഞു നോക്കിയപ്പോൾ മുഖം മാറ്റി അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രണവ് ഒരു സംശയത്തോട് കൂടിയിട്ട് തന്നെയാണ് ശിവാനിനെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ പാറു ചോദിക്കും, നീ എന്താടാ ഈ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അതേ അമ്മ അങ്ങനെ എഴുതിയിട്ടാണ് ഒപ്പിട്ടിരിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസു പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, എനിക്ക് എന്തോ സംശയമുണ്ട്. അപ്പോൾ പാറു പറിച്ചിട്ട് ഇത് വായിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിഷമത്തോടെ, എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ, ആരെങ്കിലും ഇപ്പോൾ അവനോട് സ്വത്ത് ചോദിച്ചോ? അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, ഈ നിമിഷം വരയ്ക്കും നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് ചേട്ടൻ തിരിച്ചു വരണം എന്നാണ്, ചേട്ടൻ പിന്നെ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കണേ? അപ്പോൾ വസു പറയുന്നുണ്ട്, അവൻ്റെ പേരിലെ സ്വത്തൊക്കെ അവൻ തന്നെ സമ്പാദിച്ചതല്ലേ, അവൻ്റെ സ്വന്തം വേർപ്പുകൊണ്ട് സമ്പാദിച്ചതാണ്, പിന്നെ എന്തിനാ അവന് ഈ സ്വത്തൊക്കെ വേണ്ടാന്ന് പറയണം, എനിക്കെന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ പാറു വീണ്ടും പറയുന്നുണ്ട്, ഇല്ലേ ഗൗതം ഇങ്ങനെയൊന്നും ചെയ്യില്ലേ, ഇത് ആരോ അവനെ മനഃപൂർവ്വം ചെയ്യിച്ചതാണ്. എന്നിട്ട് സംശയത്തോടു കൂടിയിട്ട് ശിവാനിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി കള്ളത്തരത്തോടല്ലേ മുഖം മാറ്റി നോട്ടം മാറ്റി അങ്ങോട്ട് അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പാറു ചോദിക്കുന്നു, ശിവാനി നീ സത്യം പറ, നീ ഗൗതമിനെ കണ്ടിരുന്നോ, എന്നിട്ട് അവനോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട്, അയ്യോ അമ്മ ഞാനോ, അമ്മ എന്തിനാ ആൻറ്റി വെറുതെ എന്നെ സംശയിക്കണേ? അപ്പോൾ പാറു പറയുന്നുണ്ട്, ഈ വീട്ടിലെ സ്വത്തിന് ആകെ ആശയുള്ളത് നിനക്ക് മാത്രമാണ്, ആർത്തിയുള്ളത്. സത്യം പറ, നീ കണ്ടിരുന്നോ അവനെ? എന്നിട്ട് പറഞ്ഞോ എല്ലാ സ്വത്തും നിൻ്റെ പേരിൽ പ്രണവൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ? അപ്പോൾ ശിവാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, ശിവാനി എന്താ നീ മറുപടി ഒന്നും പറയാത്ത പറയും. അപ്പോൾ ശിവാനി പറയാം, എന്താ നിങ്ങളൊക്കെ എങ്ങനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, നീ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, പറയേ ഗൗതമിനെ കണ്ടിരുന്നോ? ഇത് ആൻറ്റി വെറുതെ ഒരൊന്നും പറയല്ലേ കേട്ടോ, എനിക്കറിയില്ല അവരെവിടെയുള്ളതെന്ന്. ഞാനെങ്ങനെ അവരെ കാണുകയാണെങ്കിൽ ഈ സ്വത്തൊക്കെ ഞാൻ പോയി ചോദിക്കുമോ? അവർ രണ്ടുപേരെയും കൂട്ടി വരില്ലേ ഉള്ളൂ, അതല്ലെങ്കിൽ നിങ്ങളോട് പറയില്ലേ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയല്ലേ ഉള്ളൂ. അപ്പോൾ വസും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ദേ സത്യം പറഞ്ഞു ശിവാനി, ഞാൻ എങ്ങനെയെങ്കിലും ഗൗതമിനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സത്യം പറ, നീ കണ്ടിരുന്നോ? അപ്പോൾ ശിവാനി ഒന്നുകൂടി പാവത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി നിങ്ങൾ എന്നെ സംശയിക്കുകയാണോ? ഗൗതം എന്തായാലും സ്വത്തെല്ലാം വേണ്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയതല്ലേ, അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ എന്തിനാ സ്വത്ത്. അപ്പോൾ അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്ക് സ്വത്ത് നമ്മുടെ പേരിൽ എഴുതി തന്നത്. ഞാനെങ്ങനെ ഇപ്പോൾ അവരെ കണ്ടെങ്കിൽ നമസ്കരിച്ചേനെ, ഞാൻ സ്വത്തൊന്നും ചോദിച്ചിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കേ. അപ്പോഴേക്കും പാറു കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് നോക്കി എന്നിട്ട് ശിവാനി ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ വസു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട, ഇങ്ങനെ വിഷമിക്കേണ്ട എടുത്തി, എന്തായാലും ഗൗതം വരും എന്ന് പറയണ്ട. ഇല്ല വരില്ല, ഇപ്പോൾ കണ്ടില്ലേ സ്വത്ത് വേണ്ടാന്നല്ല അവൻ എഴുതി വെച്ചാൽ, അതിൻ്റെ അർത്ഥം എന്താ, അവൻ നമ്മളുടെ ബന്ധം മുഴുവൻ വിട്ടു. പാറു പറയേണ്ടത് സ്വത്ത് വേണ്ടാന്ന് പറഞ്ഞു, നാളെ അവൻ ഇനിയും വേണ്ടാന്ന് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ പാറു എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വസു ഇങ്ങനെ പറയുന്നുണ്ട്, എടുത്തി വിഷമിക്കേണ്ട, ഞാനാ പറഞ്ഞു, ഞാൻ എന്തായാലും ഗൗതമിനെ കൊണ്ടുവന്നിരിക്കും, നിങ്ങളുടെ മാത്രം മകനല്ലോ അവൻ, എൻ്റെ മോനല്ലേ, തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ മനസ്സിലായി, ഈ സന്തോഷകര നിമിഷത്തിന് വേണ്ടി ഞാൻ എത്രയും കാത്തിരിക്കുന്നു. ഗൗതമും നിധിയും പോയി, സ്വത്ത് മുഴുവൻ വന്നു, ഇനി അവരുടെ നിഴൽ പോലും ഇങ്ങോട്ട് വരാതെ നോക്കണം, അതാണ് അടുത്ത പണി. ആർക്കും എൻ്റെ മേലൊരു സംശയം തോന്നാതെ നോക്കണം,
ഇവിടുന്ന് മെല്ലെ മുങ്ങാം എന്നും പറഞ്ഞിട്ട് കോണി കയറി പോവാണ് കേട്ടോ. അപ്പോൾ പ്രണവ് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ അപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് മെല്ലെ കോണി കയറി പോകുന്നുണ്ട് കേട്ടോ ശിവാനിയുടെ പിന്നാലെ. അപ്പോൾ നമ്മുടെ പാറു പെട്ടെന്ന് കരച്ചിലിൻ്റെ ഇടയ്ക്ക് കൊറിയറിൻ്റെ കവർ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട്. ശിവാനിയാണെങ്കിൽ റൂമിൽ ഇത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അയ്യോ എൻ്റെ കയ്യിൽ സ്വത്ത് വന്നതെന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാനില്ലെന്നുള്ളൂ, അത്രയ്ക്ക് സന്തോഷത്തിലിരിക്കുകയാണ്, നല്ല പ്രസന്ന മുഖമായിട്ട് കേട്ടോ. അപ്പോൾ ഇത് സംശയിച്ചിട്ട് തന്നെയാണ് പ്രണവ് റൂമിലേക്ക് ചെന്നിട്ടുള്ളതും. അപ്പോൾ ഈ മുഖം പെട്ടെന്ന് പ്രണവിനെ കണ്ടപ്പോൾ അറിയാത്ത പോലെ വിഷമത്തിലിരിക്കണ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പ്രണവ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് ഇങ്ങനെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടനാണ് ഇത് ചെയ്തതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ ചോദിക്കണേ? സിഗ്നേച്ചറൊക്കെ ചേട്ടൻ്റേതല്ലേ? സിഗ്നേച്ചറൊക്കെ ഏട്ടൻ്റെ തന്നെയാണ്, പക്ഷേ അത് ആരും ഒപ്പിടിച്ചെന്നറിയില്ലല്ലോ. അതെന്ത് പ്രണവ് അങ്ങനെ ഒരു സംശയം ചോദിക്കണ്ട ഏട്ടാ. അല്ല, ഏട്ടനിപ്പോൾ സ്വത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലേ ഇതുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, പ്രണവിനും ശിവാനിക്കും കൊടുത്തതെന്നല്ലേ പറഞ്ഞിരിക്കണേ. അപ്പോൾ ശിവാനി ചെറുതായിട്ടൊന്ന് ചൂളി പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പേര് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെ എൻ്റെയും യാമിനിയുടെയും പേരല്ലേ കൊടുക്കേണ്ടത്. നിൻ്റെ പേരിൽ എന്തിനാ സ്വത്ത് എഴുതി തരേണ്ട ആവശ്യം? അപ്പോൾ ശിവാനി ഒന്നും മറുപടി പറയാൻ ഇല്ലാണ്ട് കിടന്ന് തപ്പിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ചേട്ടൻ വീട് വിട്ട് പോകാൻ നീയും ഒരു കാരണമാണ്. നീയാണ് ജന്മരഹസ്യം വെളിപ്പെടുത്തിയിട്ട് ഏട്ടനെ അപമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വത്തിന് നീയും അവകാശി എന്ന് പറയുന്നത് അണ്ണെന്താ വട്ടുണ്ടോ? അപ്പോൾ ശിവാനി നിന്ന് പരുങ്ങാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറയേണ്ടത് വക്കീലിനും മാതിരിയാണല്ലോ ചോദ്യം ചെയ്യണത്, ഇവനോട് സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല പ്രണവേ, ഇതൊക്കെ നിന്നപ്പോൾ എന്നോട് ചോദിക്കണേ എന്ന് പറയുന്നത്. അല്ല, നീയല്ല ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ആള്, പറയും നീ എന്തിനാ ഇപ്പോൾ സ്വത്ത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടനെ പോയി കണ്ടത്? അയ്യോ പ്രണവേ എന്ന് പറയണ്ടേട്ടാ. അതേ ഇത് നോക്ക്, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ? അയ്യോ സത്യമായിട്ട് എനിക്ക് അറിയില്ല പ്രണവേ, ഞാൻ ചേട്ടനെ പോയി കണ്ടിട്ടില്ല. അപ്പോൾ പ്രണവിന് ദേഷ്യം വന്നിട്ട് അടിക്കാൻ കയ്യോ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നിർത്തിയിട്ട് പറയുന്നത്, വയറ്റിൽ കുട്ടികളുള്ളത് ഓർത്തിട്ടാ ഞാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെയും പറയും, സത്യം പറയും, നീയല്ലേ ചേട്ടൻ്റെ അടുത്ത് പോയി സ്വത്ത് ചോദിച്ചത്? അയ്യോ എന്നെ വിശ്വസിക്ക് പ്രണവേ, ഞാൻ കണ്ടിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല. അവസാനം ശിവാനിയുടെ അറ്റൈ പ്രയോഗം തന്നെ ശിവാനി എടുത്തു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ പോയിട്ട് കണ്ടിട്ടുമില്ല സ്വത്ത് ചോദിച്ചിട്ടുമില്ല. അത് പറഞ്ഞപ്പോൾ പ്രണവിനെ നോക്കുന്നുണ്ട് ശിവാനി. എന്നിട്ട് വിശ്വസിച്ച മട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമാധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് മേലെ പ്രണവിനെ എങ്ങനെ വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അറിയാത്ത പോലെ അങ്ങനെ വിഷമിച്ച് നിൽക്കണ പോലെ നിൽക്കുകയാണ്. എന്നിട്ട് ശിവാനി പറയുന്നുണ്ട്, ഇത് നോക്ക്, ഇപ്പം നിങ്ങളുടെ ചേട്ടൻ നിങ്ങളുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചു, അത് ന്യായം തന്നെ. പക്ഷേ ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന പേരിലായിരിക്കും ചിലപ്പോൾ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഞാൻ വിശ്വസിക്കണോ എന്ന് ചോദിക്കണേട്ടോ പ്രണവ്. പിന്നെ സത്യമല്ലേ, അത് വിശ്വസിച്ചല്ലേ പറ്റൂ. എന്നിട്ട് ശിവാനി പറയണം, നിങ്ങളിപ്പോൾ എന്തിനാ ഇപ്പം സന്തോഷിക്കേണ്ട നിമിഷമല്ലേ, നിങ്ങൾ വലിയ പണക്കാരനായില്ലേ, അത് നോക്കാണ്ട് അപ്പോൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണ്ട. അപ്പോൾ പ്രണവിന് ദേഷ്യം വേണ്ടിയിട്ടോ, നിനക്കിപ്പോൾ സ്വത്താണോ മുഖ്യം അതോ ചേട്ടനാണോ? എന്നിട്ട് പിന്നെയും പ്രണവ് പറയണ്ടോ, ഇത് നോക്ക്, ഇതിൻ്റെ പിന്നിലെങ്ങാനും നിൻ്റെ കൈകളുണ്ടെന്ന് ഞാൻ എങ്ങാനും അന്ന് ഞാൻ നിന്നെ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പ്രണവ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ശിവന് ഇങ്ങനൊരു പൊട്ടൻ, എനിക്ക് ചിലപ്പോൾ സ്വത്ത് വേണ്ടായിരിക്കും, പക്ഷേ എനിക്കത് തന്നെയാണ് മുഖ്യം, അതിന് വേണ്ടിയിട്ടേ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഈ സമയം നിധി ഒരു കടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ പൈസ അപ്പോൾ 10 രൂപ കുറവുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അതേ പെട്ടെന്ന് എടുത്ത് വന്നപ്പോൾ 10 രൂപ കുറഞ്ഞു പോയി, നാളെ തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടം കൊടുക്കില്ല, നിങ്ങൾ പൈസ തന്നിട്ട് സാധനം കൊണ്ടേ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആര് വന്നിട്ട് പൈസ കൊടുത്താ പൈസ സഞ്ചിതാരെന്ന് പറയുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ നമ്മുടെ പാറു. അപ്പോൾ നിധി പാറു അമ്മ എന്താ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാറു ദേഷ്യപ്പെട്ടിട്ടാ. അല്ല പിന്നെ ആത്മാവ്, രണ്ടുപേരും കൂടി അതിന് നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചീത്ത പറയേണ്ടത് നിധിനെ. എന്നിട്ട് നിധി പൈസ ആദ്യം മേടിക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ. എന്നിട്ട് നിർബന്ധിച്ച് പാറു, ഇതിൽ നീ അത്ര വലിയ കുറച്ചിലൊന്നും കാണണ്ടാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് സഞ്ചി മേടിച്ചിട്ട് നിധിനെ വലിച്ചു കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ചോദിക്കണ്ട എന്താ അമ്മ ഇവിടെ നോക്കണ്ട. ഞാൻ കളക്ടർ ഉദ്യോഗമല്ലേ അതിന് വന്നതാ എന്ന് പറയണ്ടേട്ടോ പാറു ദേഷ്യത്തിൽ. എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട് ഇവിടെ അല്ലേ എന്ന് നോക്കിയിട്ടാ. അപ്പോൾ നീതി പറ, അല്ല ഇവിടെ ഇല്ല, ഞാൻ വേറെ ആവശ്യത്തിന് ഇവിടെ വന്നത്, ഇവിടെ ഇല്ല താമസിക്കണേ എന്ന് പറയട്ടെ. അയ്യോ നോണ പറയുന്നിട്ട് പാറു വീട്ടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതല്ലേ ഇവിടെ ഇല്ല താമസിക്കണതെങ്കിൽ. പക്ഷേ ഇതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്താ രണ്ടുപേരും കൂടി കളിക്കാൻ നിൽക്കുക, സ്വത്തൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ, ആ കൊറിയറിൻ്റെ മുകളിൽ നിന്ന് അഡ്രസ്സ് തപ്പിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കണേ എന്ന് പറയണ്ടേട്ടോ. അപ്പോൾ നിധി അറിഞ്ഞിട്ടില്ലല്ലോ. നിധി എന്ത് എന്ന് ചോദിക്കുന്നത്. അല്ല നിനക്കറിയില്ലല്ലോ. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലമ്മേ. അപ്പോൾ പറയണ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അയ്യോ സത്യമായിട്ട് എനിക്ക് അറിയില്ലമ്മേ, ഗൗതം ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തേ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ അറിയിക്കണം അവൻ എന്ത് ധൈര്യമായിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ചെടിക്ക് എല്ലാവരുമായിട്ടാണ് അടുത്ത് മാറ്റി പോരാന്ന് വിചാരിച്ചു അവൻ. എനിക്ക് ആ പേപ്പർ കണ്ടപ്പോൾ ഉണ്ടായ കലിയുണ്ടല്ലോ, ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ അവൻ, എനിക്ക് അവനെ കാണണം എന്ന് പറയണ്ട കേട്ടോ വേറെ ദേഷ്യത്തിലെ. അപ്പോൾ കുറച്ച് ക്ഷമിക്കാമേ, എനിക്കിതിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. സംശയമോ? എന്ത് സംശയം? അങ്ങനൊരു പേപ്പർ ഗൗതം അയക്കാൻ യാതൊരു ചാൻസും ഇല്ല അമ്മേ. ഗൗതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കാതെ ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് നുണയാന്നാണോ?
എനിക്ക് സ്വത്തിലൊന്നും യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് അയച്ച കൊറിയർ ഞാൻ കണ്ടതല്ലേ. എനിക്കെന്താ എൻ്റെ മോൻ്റെ സൈൻ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ഇല്ല അമ്മ, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഗൗതം കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് അത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഗൗതം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഒരു കാരണവുമില്ല. അവനിതല്ല ഇതിലപ്പുറം ചെയ്യും. ഈ അമ്മേനും കൂടി വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞു പോകുന്നതല്ലേ അവൻ. ഇപ്പോൾ സ്വത്തും വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, നിന്നോട് ഞാനിപ്പോൾ എന്തിനു സംസാരിക്കണം? എൻ്റെ മോനെ എവിടെ? അവനോട് പോയിട്ട് വേണം എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പാറു ദേഷ്യത്തിൽ. എന്താടി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ ആലോചിക്കണേ? ഓ, എന്നെ കൂട്ടിക്കൊണ്ടോണോ വേണ്ടയോ എന്ന് ആലോചിക്കൂ അല്ലേ? എന്നെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞാൽ പോവില്ല. ഞാൻ അഡ്രസ്സ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വന്നപ്പോൾ കൂട്ടി കൊണ്ടുപോവില്ല. വേഗം എന്നെ കൂട്ടി പോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പാറു ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഓ ഗൗതം എന്നിപ്പോൾ അമ്മയൊന്നും വേണ്ടാന്ന് വെച്ചല്ലോ, ഇനിയിപ്പോൾ നീ എന്തിനല്ലേ എന്നെ അമ്മയായിട്ട് കാണുന്നത്? അതാണോ നീ ആലോചിക്കണേ? എന്തിനാ അമ്മ എന്നെയാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കണ്ടേട്ടോ. അപ്പോൾ നിധി, ഗൗതം എങ്ങനെ പെരുമാറുകയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് അമ്മ ഞാൻ എന്നും പറഞ്ഞിട്ട് എന്തായാലും നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് നിധി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ പാറു എത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഗൗതം സത്യം പറയുമായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കേ.